വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ വീട്ടിൽ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവരെ പരിചയപ്പെടുത്തരുത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ആൾക്കാർ. കണ്ട കടേ, ഇത് ഒരു വൈറ്റ് ഇവൾ മക്കളാണ്. ഇവർ 3 പേര്. ആദ്യം ജനിച്ചത് ഇവളാണ് കേട്ടോ. ഇവൾ വന്നതിന് ശേഷം ഇവരാണ് ഇപ്പോഴും വന്നത്. ഇവളെ ലല്ലു ബ്ലാക്ക് എന്നാണ് വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പം ജനിച്ച ആൾക്കാർ കേട്ടോ. ഇവരുടെ പേരാണ് ജമ്പനും തുമ്പനും. ഇതിൽ ആര് ജമ്പനെന്നും ആര് തുമ്പനെന്നും നമുക്ക് രണ്ടുപേർക്ക് അറിഞ്ഞൂടെ. കാരണം ഇവർ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റത്തില്ല. രണ്ടുപേരും ചെറിയ വൈറ്റ് ഡോട്ട് പോലും ഇല്ല, ഒരേ കണക്കാണ്. പക്ഷേ ഇടയ്ക്ക് അച്ഛൻ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഓറഞ്ച് കളർ ഇത് കെട്ടിയിരുന്നു, ഇതിൻ്റെ പുറത്ത് ഒരു നൂല് പോലത്തെ സാധനം. പക്ഷേ അതൊക്കെ അവർ അഴിച്ചു കളഞ്ഞു തോന്നുന്നു. പക്ഷെ ഇപ്പം അച്ഛനെ തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത്. അച്ഛൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇടയ്ക്ക് ഒരു ദിവസം ഇവർക്ക് അസുഖം വന്നതിന് ശേഷം ഒരാൾ ഇച്ചിരി മെലിഞ്ഞു പോയി എന്ന് അച്ഛൻ പറയും. അതുകൊണ്ട് ഇപ്പം അച്ഛന് തിരിച്ചറിയാം, അതിനെ കെട്ടണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. മഹാകുരുത്തം കെട്ട മരണവന്മാർ 2 പേര് എപ്പോഴും കിടന്ന് ഓട്ടവും ചാട്ടോണ്ട്. ലല്ലു മുമ്പ് എപ്പോഴും എടുത്തുകൊണ്ട് കിടക്കുമായിരുന്നു. ഇപ്പം ലല്ലു പറഞ്ഞാൽ ഒരു ബിഗായി എനിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ജമ്പനും തുമ്പനും. ലല്ലു ആണെങ്കിൽ ഫുൾ ടൈം വരെ പിറകെയാണ്, 24 മണിക്കൂർ. അങ്ങനെ അപ്പുറത്താണ്ട് ആ പറമ്പിലേക്കാണ് ലല്ലു. വീട്ടിൽ ഇരിക്കത്തേയില്ലേ, സ്കൂളില്ലാത്ത ദിവസം ഫുൾ ടൈം ഇവരെ കൂടെ കറങ്ങി നടപ്പാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് കണ്ട് ഈ ചെമ്പനും തുമ്പനൊക്കെ. ഇവൾ എപ്പോഴും പറയും, ഇതിൻ്റെ വയറ്റിൽ ബേബി ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ പറഞ്ഞതാണ് എനിക്കൊരു വൈറ്റും ഒരു ബ്ലാക്കും വേണമെന്ന്. പക്ഷേ ജനിച്ച് വന്നപ്പോഴത്തേക്ക് 2 പേരും ബ്ലാക്ക്, ഒരു വൈറ്റ് പോലും ഇല്ല. പക്ഷെ അവൾക്ക് ഇഷ്ടമുണ്ട് കേട്ടോ ജമ്പനും തുമ്പനും. അവൾ ലല്ലു വിളിക്കുന്നത് തുമ്മി എന്നാണ് വിളിക്കുന്നത്. തുമ്മിയും ജമ്പനും അങ്ങനെയാണ് വിളിക്കുന്നത്. തുമ്മി ഇതിൽ ഏതെന്ന് വെച്ചാൽ അവൾ പറയും ഇത് തുമ്മി അത് ജമ്പനും. ഇത്തിരി കഴിഞ്ഞ് തെറിച്ച് അവൾ തിരിച്ചു പറയും, കാരണം അതിന് തിരിച്ചറിയത്തില്ല. അങ്ങനെ 2 പേരാണ് കണ്ടിരിക്കുന്നത്. ഇതവരെ ആദ്യത്തെ മോള്. ഇവളെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു വൈറ്റ്. പക്ഷെ അതിന് വയ്യാണ്ട് അത് പോയി. ഇപ്പം ഇവള് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വന്നതാണ് ഇവർ 2 പേര്. ഇവർക്ക് മാത്രം ഭയങ്കര ചാട്ടം ബഹളം. എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ചാട്ടം ബഹളമൊക്കെ അല്ലേ ഈ സമയത്ത് വരെ. ജീവൻ കൊണ്ട് ഓടി കളഞ്ഞേട്ടെ. എന്ത് പറ്റില്ലല്ലോ, ചവിട്ടിയാ? പറ്റുന്ന പണിക്കേ പോവാവൂ. ഇപ്പൊ അത് ബിഗ് ആയതുകൊണ്ട് ലല്ലു എടുക്കാൻ പറ്റാത്തത് അല്ലേ? അല്ലെങ്കിൽ ലല്ലു ഫുൾ ടൈം എടുത്തോണ്ട് നടക്കരുത്. എടുത്തു നോക്കൂ കുഞ്ഞാ. രണ്ടുപേരും എടുത്ത് പിടിച്ചോ, അത് ഓടിക്കളി. വേറൊരാളുണ്ട്, അവരെ കളിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ വീട്ടിലെ ബോഗൻവില്ല. പണ്ട് കടലാസ് എഴുതുന്ന പറയുന്നത് ഇപ്പം ബോഗൻവില്ല. ഇത് പിടിച്ച അത്ര ഭംഗിയുള്ള കളറൊന്നും. പക്ഷെ എനിക്ക് ചുറ്റും നല്ല കളറായിരിക്കും, ഒരുമാതിരത്തെ കളർ. പക്ഷെ ആദ്യം മറ്റൊന്ന് ചെങ്കൽ കളറായിരുന്നു. പക്ഷെ ഇപ്പം പൂത്ത് വന്നപ്പോൾ നല്ല കളറായി വരുന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അത്ര ഒരു ഭംഗിയില്ല. ഞാൻ നമ്മളെ വീട്ടിൽ ബോഗൻവില്ല. ഇതിനെ കെട്ടി പല ഷേപ്പിന് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതാവുന്നില്ല. നമ്മളവിടെ ഇങ്ങനെ പന്തലിച്ചിരിക്കുന്നു. എൻ്റെ വീട്ടിലെ റോസ. ഈ സാധനങ്ങളൊക്കെ അതാ വരുന്നുണ്ട്. അവന്മാരൊക്കെ തിന്നുന്നത് ഈ സാധനങ്ങൾ. റോസാണ് ഈ തെറ്റിയുണ്ട്, ഇതിൻ്റെ ഇലയൊക്കെയാണ് അവന്മാർ തിന്നുന്നത്. പുല്ലൊന്നും തിന്നില്ല. അവന്മാർ തിന്നുന്നത് എൻ്റെ ചെടികളൊക്കെയാണ്. ഈ റോസ് നോക്ക്, ഒരു കാശ്മീർ റോസ് ആകുമ്പോൾ ഞാൻ കൊണ്ട് നട്ടതാണ്. അല്ല ഒരെണ്ണ ഉണ്ടെങ്കിൽ എൻ്റെ 2 തളിര് വന്നു. അത്രയും അവന്മാർ തിന്നു തീർത്തു. ഇതോ വരുന്നു. അതുകൊണ്ട് പോകണം അടുത്ത. ഞാൻ അടുത്ത കറിവേപ്പില ഞാൻ പോയി. ഇതാണ് മഹാകുലി. ഇവരെ കാരണം ചെടിയൊന്നും നിൽക്കത്തില്ല അവന്മാരെ കാരണം. തൊളിയിൽ പൂ നടക്കുക. ഇത് നമ്മുടെ വീട്ടിലെ പൂപ്പരാശു. ഇതാണ് നമ്മളെ പൂപ്പിന്ന് കുളിപ്പിക്കണം. മകന് മൊത്തം മണ്ണി കൂടെ കളിച്ച് പ്യുവർ വൈറ്റ് ഒന്നും അല്ല, ഒരു ബ്രൗണിഷ് കളർ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇത്തും കൂടി അവൻ തൊളി കിടന്ന് കളിച്ച് വീണ്ടും അവൻ തൊളി മയമായി. ബ്ലാക്ക് വൈറ്റ് ഒക്കെ മാറി. അല്ലേ പുപ്പി? നല്ല വിളിക്കും പൂപ്പരാശു എന്ന് അല്ലേ പുപ്പി? ഇതാണ് പൂപ്പി. പക്ഷെ ഈ കാണുന്ന അഹങ്കാരങ്ങൾ ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. മെനങ്ങാന്ന് നമ്മുടെ വീട്ടിൽ 4 മങ്കി വന്ന് ഇവന്റെ മുന്നേ കൂടെ പോയി ആ കോഴിക്കുട്ടി പോയി അടച്ചു വെച്ചത് മുട്ട എടുത്തുകൊണ്ടു. ഇവൻ മിണ്ടിയില്ല, ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുരയെങ്കിലും കുരയ്ക്കേണ്ടിരുന്ന ഇവനെ വളർത്തുന്നത് വെറുതെയാണ്. ഈ കുരങ്ങനെ വളർത്തുന്നത് വെറുതെയാണ്. ഇവനെ തീറ്റിപ്പോറ്റുള്ളത് ഒരു ഉപയോഗമില്ല. ആൾക്കാർ മാത്രം വന്നവൻ കുരയ്ക്കും, അല്ലാതെ ഒരു മൃഗം. നമ്മളവിടെ വേറെ ഡക്കൊക്കെ ഉണ്ട്, അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഷേവ അറിഞ്ഞില്ല. അതുകൊണ്ട് വേറെ ആൾക്കാർ കളിച്ചു തരാം. കുറച്ച് 2-3 ഉണ്ട്. ഇതാണ് നമ്മളെ വീട്ടിലെ പറഞ്ഞാൽ കേൾക്കാത്തതും ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ മുട്ട ഇടാത്തതുമായ കുറെ മടിച്ചിക്കോഴികൾ. കാണിച്ചു കൊടുത്തേ. അവളൊക്കെ മുട്ട ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ മുട്ട ഇടൂല. ഇതൊക്കെ മുട്ട ഇടാത്തത് അച്ഛൻ മേടിച്ച് ഇനി പൂവനില്ലാത്തോണ്ടെന്ന് വരിച്ച അച്ഛൻ എന്തോ ഇങ്ങനെ പൂവനെ കണ്ട ആ പൂവനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഈ പെടാൾ അത്രയും പെടാളാണ്. ഈ പെടാളെല്ലാം കൂടി പൂവനെ കോത്തി റെഡിയാക്കി. പൂവൻ 2-3 ദിവസമൊക്കെ പേടിച്ചിരുന്ന്. ഇപ്പൊ പൂവൻ താരായി. ഇപ്പൊ ഇവിടുത്തെ രാജാവായിട്ട് നിൽക്കുകയാണ് പൂവൻ. പക്ഷെ മുട്ട ഇടുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ നല്ലപോലെ മുട്ട ഇടുമായിരുന്നു. ഇപ്പൊ ഭയങ്കര മടി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ കഷ്ടപ്പെട്ട് 2 ദിവസം കണ്ട
കൂടിയപ്പോ 4 മുട്ട അങ്ങനെ ഇട്ടിരുന്ന ആ മുട്ട ഈ മങ്കി ഇതിനകത്തൂടെ കയറി അതിനകത്ത് മുട്ട അടച്ചു വെച്ചിരുന്ന മുട്ടയെ തുറന്ന് എടുത്ത് തിന്നുണ്ട്. മങ്കി കുരങ്ങന്മാരൊക്കെ മുട്ട തിന്നു എനിക്ക് ആയപ്പോഴാണ്. വേറെ ആളെ കാണിച്ചു തരാം. നെല്ല് കൊണ്ടു ജമ്പനും തുമ്പനും ഈ ബ്ലാക്ക് ഈ കുഞ്ഞുങ്ങളെ തക്കം കിട്ടുകേണ്ട കണ്ട ഇടിയും ഉപദ്രവമാണ് തക്കം കിട്ടുമെങ്കിൽ. അപ്പൊ എന്തെങ്കിലും കൈ വാക്കി ഇടിച്ച് റെഡിയാക്കും. നമ്മൾ വിളിക്കണം വിളി കേൾക്കണം. ദേവനൊരു കൊമ്പ് അലിസേ അല്ല എടുക്കണ്ട എന്റെ ചക്ക ഇല്ല തീർന്നു. ഇത് കണ്ട അവന് കൊമ്പൊന്നു തുടങ്ങി കേട്ടാ. അല്ലെ അവന് ഇടിക്കും കേട്ടാ നിന്നാ. ആണ്ടെ കുഞ്ഞു കൊമ്പോന്ന് തുടങ്ങി കണ്ടാ. കണ്ട നോക്ക് കുഞ്ഞു കൊമ്പോന്ന് തുടങ്ങി. എന്റെ അമ്മേ ചക്ക ചക്ക ജമ്മന് തുമ്പന് ചക്ക കൊടുക്കുന്നു. ലല്ലു മുമ്പ് എടുത്തോണ്ട കിടക്കുവായിരുന്നു. ഇപ്പൊ ലല്ലു പറഞ്ഞ ഇത് ബിഗ് ആയി എനിക്ക് എടുക്കാൻ പറ്റുന്നു. നീ ഒന്ന് നോക്കി ഇടിക്കുമെന്ന് നോക്കി. രാവിലെ ഉറക്കോണിട്ട് ബ്രഷ് ചെയ്തിട്ട് ആദ്യം തിന്നുന്ന സാധനം ചക്കപ്രാന്തിയാണ്. ചക്ക കറി വെച്ചാൽ കഴിക്കില്ല, പച്ചയ്ക്ക് കൊടുത്താൽ കഴിക്കും. വേറെ ഒരാളിവിടെ ഉണ്ട്, കാണിച്ചു തരാം. ബാ അമ്മയുടെ വേറെ സാധനം വന്നു. പക്ഷെ കണ്ടില്ലല്ലോ. നമ്മളെ വീട്ടിലെ വേറെ സാധനങ്ങൾ കാണിച്ചു. ആ ചെടിയുണ്ട്, അതുണ്ട്. അത് അച്ഛൻ ബഡ് ചെയ്ത് വെച്ച ചാമ്പയാണ്. തായ്ലൻഡ് ചാമ്പ എന്നൊക്കെ പറയും. പക്ഷെ എന്താ വെച്ചാൽ മറ്റു വലിയ ചാമ്പയൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ കാണിച്ചു തരാം, കാണാൻ പറ്റുമുണ്ട്. അമ്മേ ഇതാണ് അച്ഛൻ ബഡ് ചെയ്ത് വെച്ച് നട്ട തായ്ലൻഡ് ചാമ്പ. തായ്ലൻഡ് ചാമ്പ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അച്ഛൻ ബഡ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അതിന് വേര് വന്ന് അച്ഛൻ അതിനെ ഇങ്ങനെ അവിടെ നിന്ന് വെച്ചിട്ട് അവസാനം ഇവിടെ കൊണ്ട് വെച്ച് പിടിച്ച് അതിന് വലുതാകുമ്പോൾ കാണാം. ഇതേ കോൺഫിഡൻസിൽ അച്ഛൻ ശിവപ്ലാവുണ്ട്. അത് ഉണങ്ങി തുടങ്ങിയപ്പോൾ അച്ഛൻ ബഡ് അതിലുണ്ട് ആ ശിഖരത്തിൽ വെച്ച് ബഡ് ചെയ്തു. പക്ഷെ അത് ഫ്ലോപ്പായി പോയിട്ടാ, അത് സക്സസ് ആയില്ല. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ അടുത്ത ആളെ കാണിച്ചു തരാം. എന്താണ് കിടക്കുന്നുണ്ട്? ഇതാണ് നമ്മൾ ഡക്ലിങ്. പക്ഷെ ഇവളെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പം ഇവളെ കൂടെ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇവളെ കൂടെ 5 പേരെയാണ് അച്ഛൻ ഒരുമിച്ച് വെച്ചത്. പക്ഷെ അതിലിപ്പം ഇവള് മാത്രമേ ഉള്ളൂ. അതിലൊരു ദിവസം അച്ഛൻ നോക്കിയപ്പോൾ അവർ തുറന്നു വിടും. അച്ഛൻ രാവിലെയും രാത്രി വൈകുന്നേരം. അങ്ങനെ ഒരു ദിവസം തുറന്നു വിട്ടപ്പോഴത്തേക്ക് അച്ഛൻ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. നോക്കിയതുപോലെ അങ്ങനത്തെ പെരടം കണ്ട അപ്പുറത്ത് അവിടെ നിന്ന് കാക്കയിലായിട്ട് കൊത്തി ഒട്ടിച്ചുകൊണ്ട് ഇവർ വരുന്നു. അങ്ങനെ അച്ഛൻ പിടിച്ച് കോഴിക്കുട്ടി ഇട്ട് വൈകുന്നേരമായപ്പോൾ അനക്കം ഇവളെ സൗണ്ട് മാത്രം കേൾക്കുന്നു, ബാക്കി ആരെയും കാണുന്നില്ല. നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വെളിയിറങ്ങി പോയപ്പോൾ എല്ലാം പിടിച്ചോണ്ട് പോയെന്തോ. പക്ഷെ അവർക്ക് ഇപ്പം ഇങ്ങനെ പേടിയുണ്ട്. നമ്മളെ കൂടെ ഇങ്ങനെ വരും. വാ ഡക്ലിങ്, വേറൊരു കാര്യം കാണിച്ചു തരാം. വാ അച്ഛൻ്റെ കുറച്ച് കൃഷികളുണ്ട്, കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മളൊന്നും ചെയ്യില്ല അച്ഛൻ. അതെ, ഇത് നമ്മൾ വഴുതനങ്ങ അച്ഛൻ നട്ടതാണ്. അച്ഛൻ നട്ട് പരിപാലിച്ച് വഴുതനങ്ങ. പക്ഷെ ഇതൊക്കെ വാടിപ്പോയി കേട്ടോ. എന്തേ വഴുതനങ്ങയുണ്ട് നമ്മളതിൽ. കമോൺ അടുത്തത്. ടടാങ്, പന്നി കയറാതിരിക്കാൻ അച്ഛൻ ഇതൊക്കെ വെച്ച് രക്ഷപ്പെടുത്തി വെച്ച ചീരയും പയറും. പക്ഷെ ഒരു പുഷ്ടിയില്ല. മുട്ടയല്ലടി, അതിൻ്റെ അത് ബ്രിഞ്ചോളാണ്. ഇത് പയറ്, വയലറ്റ് പയറും ഉണ്ട്, പച്ചപ്പയറുണ്ട്. പക്ഷെ ഇത് വയലറ്റ് പയറ്. പക്ഷെ ഇതിന് അത്ര ഒരു ഗുണമില്ല കേട്ടോ. പച്ചപ്പയറിന് ടേസ്റ്റ് കൂടുതൽ. ഇതൊരു മാതിരി പെട്ടെന്ന് മുറ്റി പോകുന്നുണ്ട്. ഇതിപ്പോ മുറ്റിയിരിക്കുകയാണ്. പിടിച്ചു വന്ന് ആ കുഞ്ഞിലെ പിച്ച നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് ആ പച്ചപ്പയറ് ഉണ്ട്, അത് നല്ലതാ. തുറന്ന് കാണിച്ചുതരാം. പന്നി കയറാതിരിക്കാൻ വേണ്ടി അച്ഛൻ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഭയങ്കര പന്നി ശല്യമാണ്. വല്ലതും നട്ട അപ്പോഴേ പോവും. ഇതാണ് നല്ല പയർ, പച്ചപ്പയർ. ഇത് നല്ല പയറാണ്. ഇത് നല്ല മെഴുക്കുവരട്ടിയുണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ നടാതെ പിടിച്ചു വന്ന ഒരു ചീര. പിന്നെ വേറൊരു സാധനം നമ്മൾ നടാതെ പിടിക്കുന്ന വേറൊരു സാധനം കാണിച്ചു തരാം. വാ അല്ലേ വടി, വാ നമുക്ക് വേറെ സാധനം കുക്കുമ്പർ കാണിച്ചിട്ട് കച്ചിക്ക്. വാ, നമ്മൾ നടാതെ പിടിച്ചു വന്നൊരു സാധനം. നമ്മൾ നട്ടത്തേക്ക് കായ്ക്കൂലായിരുന്നു, നടാതെ പിടിച്ചാൽ കായ്ക്കും. ഇത് നട്ടതാണ് കണ്ട. നട്ടതിനും അത്ര ഒരു ചിന്തില്ല. നടാതെ പിടിച്ചുതരാം. ക്ലിക്ക്. ഇവക്കെ ഭയങ്കര പേടിയാണ്. ഇവളിങ്ങനെ നമ്മളെ കൂടെ നടക്കും. അവൾ ഒറ്റയ്ക്കായതുകൊണ്ട്. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ കട. ഒരു കുഞ്ഞു പലചരക്ക് കടയുണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല, എല്ലാ സാധനങ്ങളും നമ്മളെ കടയിൽ. കപ്പുണ്ടല്ലോ, നമുക്ക് കുക്കുമ്പർ കാണിച്ചെടുക്കാം. ഇത് നട്ട് പിടിച്ചതൊന്നുമല്ല കേട്ടാ. ഇത് നടാതെ നമ്മളാരും കാണാത്തോണ്ട് അതിനകത്ത് കാ പിടിച്ച്. കണ്ടിരുന്നെങ്കിൽ അത് പിടിക്കത്തില്ലായിരുന്നു. കണ്ടാ നമുക്ക് ഭയങ്കര ശുശ്രൂഷയാണ് അതിന്. എല്ലാം വെച്ചിരുന്നെങ്കിൽ പോയനെ.
എത്ര ഉണ്ടായിരുന്നു? ബിഗ് സ്മോളാ? ബിഗ് ആയിരുന്ന സ്മോൾ ആയിരുന്ന? ബിഗ് ആയിരുന്നു. ഇത്ര ഉണ്ടായിരുന്നോ? ബാ നമുക്ക് അച്ഛൻ വേറെ സാധനം വെച്ചെടുക്കാം. ബാ നമ്മൾ നടാതെ പിടിച്ചു വന്ന ഒരു സാധനം കാണിച്ചു തരാം. നട്ടതാണ് അച്ഛൻ നട്ടതാണ് അത്. ഇത് നമ്മൾ നടാതെ പിടിച്ചു വന്നത്. അയ്യോ കണ്ട, നമ്മൾ നടാതെ പിടിച്ചു വന്നതാണ്. പക്ഷെ ചീത്ത എന്ത് വിളഞ്ഞു വന്നു എനിക്ക് അതൊന്നും അറിയത്തില്ല. വിളഞ്ഞെന്ന് തോന്നുന്നു. ഒന്നിതേ കുഞ്ഞൻ തോന്നി വെച്ചിരിക്കുന്നു, പുഴുവൊന്നും കാണാതിരിക്കും. അയ്യോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ലല്ലു കണ്ടുപോയാൽ ഞാൻ ലല്ലു ഡെയിലി ഒന്ന് നോക്കും, പഴുത്താ നോക്കും. കണ്ടാ അതിനെ നശിപ്പിക്കും. ആള് കണ്ടുപോയാൽ തീർന്നു. അമ്മേ കണ്ട, ഇത് നമ്മൾ നടാതെ പിടിച്ചത്. ഇത് വിളഞ്ഞു പോയിട്ടാ. ഇന്ന് വൈകിട്ട് നമുക്ക് പിച്ച. അമ്മേ അയ്യോ വാ എല്ലാം കൂടാടാ. ഇത് നമ്മളെ പാറയിൽ ക്ഷേത്രം. നമ്മളിവിടെ പാറയിൽ ക്ഷേത്രമുണ്ട്. ഇതാണ് നമ്മളെ പാറയിൽ ക്ഷേത്രം. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കും. പോയി അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ പോയി സന്ധ്യ ആകുമ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കും. ഇതാണ് നമ്മളെ പാറയിൽ ക്ഷേത്രം. ആ വിഷു ചേട്ടനാണ് ഇത് ചെയ്യുന്നത്. മലയ്ക്ക് പോയാ? വാ ഇറങ്ങി വാ. ഇനി നമുക്ക് കടയിൽ പോകണം. എനിക്ക് തക്കാളിക്കൊന്നുമില്ല. തക്കാളിക്കൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ വരെ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആണ്. ഇന്ന് ആ കൂടി നമുക്ക് ഒരു ദിവസമാണ് വീട്ടിലെല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന ദിവസം. ആ ദിവസം നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നില്ല. ഇന്ന് എവിടെയാണ് നമ്മൾ പോകുന്ന ദിവസേ? എങ്ങും പോണില്ലേ? നമ്മൾ അങ്ങനെ ഇരിക്കും. പക്ഷെ എല്ലാ സൺഡേ നമ്മൾ എവിടെയെങ്കിലും പോകട്ടെ. ആ കൂടി ഒരു സൺഡേ ആണ് നമുക്ക് ഒരുമിച്ച് പോകാൻ കിട്ടുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ ഷോപ്പിലും അല്ലെങ്കിൽ സ്കൂളിലും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സൺഡേ കിട്ടുമ്പോഴേ നമ്മൾ രാവിലെ ഇറങ്ങി പോകട്ടെ എവിടെയെങ്കിലും. ഒന്ന് എന്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി കാണും. വൈകുന്നേരം ആയിരിക്കും ഇന്നത്തെ ഒരു ദിവസം തീർന്നു എനിക്ക്. പിന്നെ നമ്മൾ അടുത്ത സൺഡേ വീണ്ടും ചിന്തിക്കും ഇന്ന് ഇവിടെ പോവാം. പക്ഷെ ഇന്ന് ഇതുവരെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ല. ഇനി വൈകിട്ട് ചിലപ്പോൾ അല്ലേ നല്ല പ്ലാനിങ് എന്നാ. കുറെ നാളായി സിനിമയ്ക്ക് പോയിട്ടെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ മേ ബി നമ്മൾ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഇല്ലാതില്ല. ഇതൊക്കെ നമ്മുടെ വാഴയാണ്. ഇത് നമ്മളെ വാഴ തോപ്പൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് വാഴ ഉണ്ട്. അവിടെ ഉണ്ട് കുറച്ച് വാഴ. ഇവിടെ കൂടുതലുള്ള വാഴ. ഇതെന്ത് വാഴ? ഇത് മറ്റില്ല. അത് അതിന്റെ പേരെന്തോന്ന്? വെള്ളക്കപ്പ. ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോബസ്റ്റ്. പറയട്ടെ, എന്റെ വീട്ടിൽ നിന്ന് ഇത് ഇത്രയേ ഉള്ളു. എന്റെ വീട്ടിൽ കൂടുതൽ റോബസ്റ്റും മറ്റേ വെള്ളപ്പാള എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് മറ്റേ ഇതൊത്തിരി പാളയെന്ന് പറഞ്ഞാണ്. മൊത്തം പാളയെന്ന് പാളയെന്നോടെ ഒക്കാലം കാണിച്ചു ദിവസം പാളയന്തോടനുണ്ട്. പിന്നെ മറ്റേ ഒരു ഷുഗർ ഫ്രീ കൊല്ലം ഉണ്ടല്ലോ. അതിന് പേരെന്താ പറയുന്നത്? കാവേരി. അതുണ്ട്. നമ്മുടെ ഷുഗർ ഫ്രീ ബനാന ഉണ്ട് കേട്ടാ, കാവേരി. അതുണ്ട്. പിന്നെ വെള്ളപ്പാളയം തുടരുന്നുണ്ട്. നമ്മളുടെ കദളിവാഴ ഉണ്ട് കേട്ടാ. എവിടെ എന്ത് കാണിച്ചു കൊടുക്കാൻ പോണടാ? എന്തൊടിച്ച് കുക്കുംബറാ? ഏതൊടിച്ചാ? ഓക്കെ അത് ഒടിച്ച്. പൂച്ചെടിയാണെന്ന്. നമ്മളെ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ട്. കാണിച്ചു വിടില്ലല്ലോ. പൈനാപ്പിൾ ചെടിയാണ്. പൈനാപ്പിൾ പിടിച്ചില്ല. നമ്മൾ പൈനാപ്പിൾ ചെടി കാണിച്ചു വിടില്ലല്ലോ. അവള് ഇതുവരെ കണ്ടിട്ടില്ല പൈനാപ്പിൾ ചെടി. അമ്മേ നമ്മളെ പൈനാപ്പിൾ ചെടി നോക്ക്. എല്ലാരും മേടിക്കും. അത് പൈനാപ്പിൾ പിടിച്ചില്ലടാ. നിക്ക് നമ്മളെ ജമ്പനും തുമ്പനും. നമുക്കിനി ഇനി താമസിക്കുമ്പോ കടയിൽ പോയിട്ട് വരാം. ഒന്നുണ്ട്. നമുക്കിനി കടയിൽ പോയിട്ട് വൈകിട്ട് വല്ല പരിപാടി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ ഗോ. തുമ്പോട് പോയി തക്കാളിക്ക് അങ്ങ് ഇറങ്ങിയതാണ്. നമുക്ക് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് മറവി. കണ്ട കടലിൽ ചാവി എടുക്കാൻ ഇപ്പൊ തിരിച്ചു വന്നില്ല. അങ്ങ് വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. എന്നുള്ള സ്വഭാവമാണ്. എവിടെ ഇറങ്ങാൻ പോയാലും തിരിച്ചു കയറിയില്ല. നമുക്കൊരു സമാധാനമില്ല. നമുക്ക് തിരിച്ചിറങ്ങി തന്നെ ചാവി എടുത്തുകൊണ്ട് പോണ് ഉണ്ടായിരിക്കുന്നു. എവിടെ വരെ പോയെന്നുണ്ട്. അങ്ങ് വരെ പോയതാണ്. ഇതാണ് നമ്മളെ പാറയിൽ. ഇവിടെ വിളക്കൊക്കെ കത്തിയും കേട്ടോ മേളിൽ. ഇതാണ് നമ്മളെ പാറയിൽ കേട്ടാ. അവിടെ മേളിലൊരു ചെമ്പകമുണ്ട്. അവിടെ എന്നും വൈകിട്ട് പോയി വിളക്ക് കത്തിക്കും ഇവിടെ ഉള്ളവർ. അവിടെ ഇതാണ് നമ്മളെ റോഡ് സ്ഥലമൊക്കെ. അവിടെ നമ്മളെ വഴി. ചായ ഇവിടെ എന്താ ഇനി തക്കാളി കാണിച്ചിട്ട് വരാം. ഓക്കെ നമ്മളവിടെ പോവേണില്ലല്ലോ. ഈ മനുഷ്യനാണ്. ഇങ്ങോട്ട് നോക്ക്. എവിടെ ഇറങ്ങിയാലും തിരിച്ചിറങ്ങി ചാവി എടുക്കാൻ നോക്ക്.
എവിടെ ഇറങ്ങിയാലും തിരിച്ചു കയറും. തിരിച്ചു കയറിയില്ലെങ്കിൽ എന്തിനാ എണ്ണക്ക നമുക്ക് തിരിച്ച് കയറിയില്ലെങ്കിലാണ് ഭയങ്കര എണ്ണക്കേട്. തിരിച്ച് കയറിയാകുമ്പോൾ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എവിടെ പോയാലും നമ്മൾ തിരിച്ചു കയറാവും. നോക്ക് ആ മോന്നുകൊണ്ട് ഈ വ്യക്തി എവിടെ പോയാലും. ഇനിയിപ്പോ 12 മണിയായി. ഹൈ റേഞ്ച് ആണ്, ഹൈ റേഞ്ച് ആ വഴി. ഹരിക്കുട്ടതാ വരുന്നത്. അതിൽ അങ്ങനെ ഇന്നും നമ്മൾ സൺഡേ ആയിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ തൊട്ട് നമ്മളെങ്ങും പോയില്ല. ഇന്നിപ്പോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ സിനിമയ്ക്ക് പോകാന്ന് വിചാരിച്ചു. നമ്മൾ എവിടെ പോകുന്നില്ലല്ലോ? സിനിമയ്ക്ക് എവിടെയാണ് മറ്റേ കുളമട. സോറി, കുറെ ദിവസം പോകണം. പക്ഷെ അവിടെ സ്ഥലം പറഞ്ഞൂടെ. കുളമടയിലുള്ള രേവതി തിയേറ്ററിലാണ് നമ്മൾ പോകാൻ പോണത്. ഏത് സിനിമയുടെ ദൈവം നല്ലതാണ്. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളും പോവേണ്. കണ്ടിട്ട് പറയാന്നുള്ളത്. നമ്മൾ ഒരു മൈക്കുണ്ടാ ലല്ലു വേണമെങ്കിൽ എനിക്ക് തരത്തില്ല. ഞാൻ പറഞ്ഞ വല്ല കേൾക്കുന്ന. ഓക്കെ, നമ്മൾ പോയിട്ട് കാണാം. പോയിട്ട് വന്നിട്ട് പറയാം സിനിമ കൊള്ളാമോ ഇല്ലെന്നുള്ളത്. ഓക്കെ, പോവാം. നമ്മൾ പിന്നെ സിനിമ കാണാൻ തിയേറ്ററിൽ പോണ വഴിക്ക് ഏതോ ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നു, അതിൻ്റെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് പോണ വഴിക്ക് ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു, തെയ്യം. നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മറ്റേ ഗൊറില്ല പാണ്ട ഉണ്ടായിരുന്നേ. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെന്തോ ആ മനുഷ്യൻ നമ്മൾ സ്കൂട്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയതും അതും പറഞ്ഞ് നമ്മളെ പുറത്തുകൂടെ ചാടി. സത്യം, ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ചത്. ഞാൻ തറ കിടന്നത്. ഞാൻ ഈ ഷോട്ടിച്ചോണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ പോയി. വീഡിയോ ആണെങ്കിലോ ഇതെവിടേക്ക്. ഇവിടുത്തെ ഒരു ഫേമസ് ബട്ടർ ബൺ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കഴിച്ചുകൂടാ. അനീഷിൻ്റെ വായിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറഞ്ഞു നോക്കാം. ഇതാണ് ആ ബട്ടർ ബൺ കേട്ടോ. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബട്ടർ ബൺ ഭയങ്കര ഫേമസ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഈ സാൻഡ്വിച്ച് നല്ലതാണ്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വരുമ്പോഴത്തേക്കും ഈ സാൻഡ്വിച്ച് വാങ്ങും. ഇന്ന് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാൻഡ്വിച്ച് വാങ്ങിച്ചില്ല. ഇന്ന് അവിടെ ലോഡഡ് ഫ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് വാങ്ങിച്ച്. പിന്നെ ലല്ലുവിന് പോപ്കോൺ വേണ്ട, ഇത് മതിയെന്ന്, സ്പ്രിങ്കിൾസ് ആ സാധനം വേണമെന്ന് പറഞ്ഞ് നിന്ന്. പിന്നെ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞ് അവസാനം അത് തന്നെ വാങ്ങിച്ച്. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കൊള്ളത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ അത് കൊള്ളായിരുന്നു. പിന്നെ നമ്മളതെല്ലാം കഴിച്ച്. നല്ല അനീഷിന് കട്ട്ലേറ്റ് വാങ്ങിച്ച്. നമ്മൾ കട്ട്ലേറ്റും പിന്നെ ലോഡഡ് ഫ്രൈസ് അതൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ പോയത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടാ, കൊള്ളാം. പറ്റില്ല, അതിൽ റിവ്യൂ പറഞ്ഞ് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ സുമൻ പറഞ്ഞാ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഫുള്ള് കണ്ടിട്ട് പറഞ്ഞ റിവ്യൂ. പക്ഷെ ഇതുവരെ ഇന്റർവ്യൂല് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കൊള്ളാം, നല്ല പെൺകുട്ടി അല്ലേ. സിനിമ എങ്ങനെയുണ്ട്? സിനിമ സൂപ്പർ.